അതായത് ഈ കൈ രണ്ടും തമ്മിൽ കൂട്ടി മുട്ടിയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് കലഹം. ഈ കൈ ഇങ്ങനെ കിടന്ന് എത്ര വീശിയാലും ശബ്ദം ഉണ്ടാവില്ല, കലഹം ഉണ്ടാവില്ല. ഈ കൈ ഇങ്ങനെ വീശണേന്റെ ഇടയിൽ അങ്ങനെ അവൻ പോയാൽ എങ്ങനെയാ ശരിയാവണത് എന്ന് ഓർത്തിട്ട് അതിന്റെ ഇടയിൽ കൊണ്ട് നമ്മൾ ഈ കൈ വെക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാവണേ. അപ്പം കലഹം നമ്മൾ ശ്രദ്ധിക്കണം. അത് ഏത് സമയത്തും എവിടെയും, വീട്ടില്, ജീവിത പങ്കാളികൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, ഇടവകയിൽ വികാരിയച്ഛനും ഇടവക ജനങ്ങളും തമ്മിലും ഒക്കെ ഈ കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ പല സമയത്തും സാധ്യതകളുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. കലഹത്തിന്റെ ആരംഭം അണ പൊട്ടുന്നത് പോലെയാണ്. കലഹം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത് ഒഴിവാക്കിക്കൊള്ളുക. ചിലപ്പോൾ ഒരുത്തൻ കിടന്ന് കാണിക്കുന്ന അഹങ്കാരവും അവന്റെ താന്തോന്നിത്തരവും ആയിരിക്കും ഈ കലഹത്തിന്റെയൊക്കെ മുഴുവൻ കാരണം. അതിനോട് നമ്മൾ ഒരു ഗതി മുട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ പ്രതികരിക്കാൻ പോണതാണ്. ആ പ്രതികരണത്തെ നമ്മൾ ശ്രദ്ധിക്കണം. ആ പ്രതികരണത്തെ അവൻ കാണിക്കുന്ന താന്തോന്നിത്തരത്തെ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നതായിട്ട് മാറിപ്പോകരുത്. ആ പ്രതികരണം വളരെ സൂക്ഷിച്ച് നമ്മൾ നടത്തണം. അല്ലെങ്കിൽ അവൻ ആ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തെ നമ്മൾ വീണ്ടും അടുത്ത മരുന്ന് വെച്ച് കൊടുക്കുകയായിരിക്കും. നമ്മളും ചില പൊട്ടിക്കലുകൾ തിരിച്ചും ചെയ്യും. അങ്ങനെ ചെയ്തു പോകും. അങ്ങനെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവും. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നോടാണ് ഞാനിത് പറയണത് കേട്ടാ. ചില കലഹങ്ങളിലൊക്കെ വഴക്ക് തുടങ്ങുമ്പോഴേ നമ്മളതങ്ങ് ഒഴിവാക്കിയില്ലെങ്കിൽ അവര് കാണിക്കുന്ന താന്തോന്നിത്തരവും അവിവേകവും ഉണ്ടല്ല, അതും നമ്മളും കാണിക്കും. അപ്പൊ ഇത് ഈ വചനത്തിൽ പറഞ്ഞ പോലെ അണ പൊട്ടുന്നത് പോലെയാണ്. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും വെച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. തിരിച്ചറിയാൻ പറ്റണം നമുക്ക്. അത് കലഹം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത് ഒഴിവാക്കാൻ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.